സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചൂതാട്ട സ്ഥലമാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ക്യാഷ് ഇട്ടാൽ ക്യാഷ് നഷ്ടപ്പെടും. അത്ര സേഫ് അല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് നമ്മളിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ച് കരുതി വെച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും യാഥാർത്ഥ്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ശരിക്കും ക്യാഷ് നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപ ഡെയിലി നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അത് ചൂതാട്ടമാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ട്രേഡിംഗ് ഓപ്ഷനുകളുണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗ്, ഓപ്ഷൻ ട്രേഡിംഗ്, ഇൻഡെക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് വ്യത്യസ്ത രൂപത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഡെയിലി എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3:30 വരെ അതിനുള്ളിൽ ട്രേഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഇൻട്രാഡേ ട്രേഡിംഗ്. ബഹുഭൂരിപക്ഷം ആളുകളും ക്യാഷ് നഷ്ടപ്പെടുന്നത് ആ ഒരു ട്രേഡിങ്ങിലൂടെയാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ വളരെ സെലക്റ്റീവായിട്ട് ക്ലെവറായിട്ട് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. 1000-ലധികം നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ശരിക്കും നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻട്രാഡേ ട്രേഡിങ്ങും ഓപ്ഷൻ ട്രേഡിങ്ങും അതേപോലെ തന്നെ ഇൻഡെക്സ് ട്രേഡിങ്ങും ഒക്കെ നടത്തുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ട്രേഡിങ് മോശമാണെന്ന് അല്ല പറയുന്നത്, മറിച്ച് അവിടെ ഒരു എന്താ പറയുക, പൈസ ഇരട്ടിപ്പിക്കാൻ, പൈസ പെട്ടെന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യാതൊരു വിധമായ ഐഡിയയും ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അത് വളരെ പരിശോധിക്കാതെ ട്രേഡിങ് എന്താണെന്ന് പോലും അറിയാത്ത രൂപത്തിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള ആളുകളാണ് ക്യാഷ് നഷ്ടപ്പെടുന്നത്. മറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്യാഷ് നഷ്ടമാവുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളൊരു ദീർഘകാലത്തേക്ക് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ക്യാഷ് നഷ്ടം വരികയില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും ആ രൂപത്തിലുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് അതിലേക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലൂടെ ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് SIP ചെയ്താൽ നമ്മളുടെ ഗ്രോത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വേറൊരു മേഖലയിൽ നിന്നും കിട്ടാത്ത അത്ര നമുക്കൊരു വർധനവ്, ഒരു ഗ്രോത്തിലുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് നമ്മളുടെ വെൽത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ആ രൂപത്തിൽ 2026 നമുക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നമുക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.